ശബരിമല കൊടിമര കൊള്ളയിൽ നിർണായക നീക്കവുമായി വിജിലൻസ്. ഇന്നലെ സന്നിധാനത്തെത്തിയ വിജിലൻസ് ദേവസ്വം ഓഫീസിൽ നിന്ന് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചു. കൊടിമര നിർമ്മാണത്തിന്റെ ഭാഗമായ PP അനന്തനാചാര്യയുടെയും തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലെ സൂപ്രണ്ടിന്റെയും മൊഴി രേഖപ്പെടുത്തി. സ്വർണം സംഭാവന നൽകിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി ഈ മാസം 22-ന് ശേഷം രേഖപ്പെടുത്താനാണ് തീരുമാനം. സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്വേഷണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന വിജിലൻസ്. ഇതിന്റെ ഭാഗമായി ഇന്നലെ സന്നിധാനത്തെ ദേവസ്വം ഓഫീസിൽ നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തു. സ്വർണം സംഭാവനയായി വാങ്ങിയതിന്റെ മഹസറുകൾ, 3A ഫോം രസീതുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. അതേസമയം കൊടിമര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന PP അനന്തനാചാരി, അന്നത്തെ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലെ സൂപ്രണ്ടായിരുന്ന അജിത് കുമാർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തി. കൊടിമരത്തിലെ ചെമ്പുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്തതിന്റെ വിവരങ്ങൾ അനന്തനാചാരി വിജിലൻസുമായി പങ്കുവച്ചു. നിർമ്മാണത്തിന്റെ ചിത്രങ്ങളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. സ്വർണം സംഭാവന ചെയ്ത 27 പേരിൽ സിനിമാ പ്രവർത്തകരും വ്യവസായികളും ഉൾപ്പെടെയുള്ള 19 പേരുടെ മൊഴികളാണ് ഇതിനോടകം രേഖപ്പെടുത്തിയത്. സംഭാവന നൽകിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി ഈ മാസം 22-ന് ശേഷം രേഖപ്പെടുത്താനാണ് വിജിലൻസ് നീക്കം. മൊഴിയെടുപ്പ് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കി 1 മാസത്തിനകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.